അപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് സൂചിപ്പിക്കാം. അതേപോലെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത്. നല്ല ബുഷിയും തിക്കും ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കേണ്ടത്, ഇതേപോലെ തന്നെ നമുക്ക് ഒരു മണ്ണൊക്കെ കുറച്ചുണ്ടെങ്കിൽ അതിലേക്ക് പടർത്തിയെടുത്തിട്ട് സോയിൽ ലെയറിങ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ പ്ലാന്റ് അടിപൊളിയാക്കുക, വലിയ ലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ തന്നെ അടിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്ലാന്റ് മുകളിലേക്ക് സ്പ്രിംഗ് ടൈപ്പായിട്ട് എങ്ങനെയാണ് വളർത്താൻ പറ്റുന്നത്, അടിയിൽ നല്ല ബുഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മൾട്ടി എങ്ങനെ ചെയ്തു കൊടുക്കണം, അങ്ങനെ ഒട്ടനവധി പ്രോ ടിപ്സുകൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തൊട്ട് മുമ്പത്തെ വീഡിയോ പോയിട്ടൊന്ന് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഐക്കാർഡ് എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇല അഴുകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും വർഷക്കാലത്ത് മണി പ്ലാന്റ് എങ്ങനെയൊക്കെ കെയർ ചെയ്താലാണ് നന്നായിട്ട് വളരുക എന്നൊക്കെ പറയുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ഹാങ്ങിങ് പോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ശിഖരങ്ങൾ ഇതിന്ന് വരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലാണ് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ മുറിച്ചെടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടിപ്സാണ് ഇനി കട്ടിങ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളതുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കട്ട് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ഇലയെങ്കിലും നമ്മൾ വെച്ചിട്ട് മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നന്നായിട്ട് ഈ ഒരു പ്ലാന്റിന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേക രീതിയിലാണ് നമ്മൾ നടുന്നത്, അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് നമുക്കിത് പെട്ടെന്ന് വളർന്നു കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ, പെട്ടെന്ന് അതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ച് വരണ്ടേ. അതിനുള്ള സീക്രട്ട് ടിപ്സാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം കട്ടിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ 3 ഇല വിട്ടിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ നോഡിൻ്റെയും ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് പോകുന്നതിൻ്റെ നടുഭാഗത്താണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ വേരൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഈ പ്ലാന്റ് കണ്ടോ, അത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ തൊട്ടടിയത്തെ ആ ഒരു ലീഫിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നമുക്ക് പുതിയ ന്യൂ ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ എല്ലാ ഇതിന്നും ബ്രാഞ്ചിൽ നിന്നും നമുക്ക് ഈ ഒരു ഇലയിൻ്റെ നോഡിൽ നിന്നിട്ട് നമുക്ക് അടിഭാഗത്തുനിന്നും അതിൻ്റെ തൊട്ടടിഭാഗത്തുനിന്നും ഒക്കെ നമുക്ക് ചെറിയ ബേബി പ്ലാന്റ് വരണമെങ്കിൽ ഒരു സീക്രട്ട് ടിപ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കിയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാല്ലേ, ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം കട്ടിങ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതേപോലത്തെ ഈർക്കൾ നമുക്ക് കിട്ടുമല്ലോ അല്ലെ, തെങ്ങും മട്ടലിൻ്റെയൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചെറിയ ഒരു പരന്ന സംഭവം ചെത്തി എടുക്കാവുന്നതാണ്. ഇതിന് ശേഷം ഇതേപോലെ മടക്കി നമുക്ക് ഒരു പിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കുക, വി ഷേപ്പിൽ ഇതേപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഓരോ പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് നേരെ മണ്ണിലേക്ക് കുഴിച്ചിടരുത്. ഈ ഒരു വേര് ഭാഗം മണ്ണിൽ തട്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല മുകളിലേക്കും അതിൻ്റെ വേര് വരുന്ന ഭാഗം അടിയിലേക്കുമായിട്ട് നമ്മൾ ഓരോ ഭാഗവും നമ്മൾ മണ്ണിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ കുത്തി കൊടുക്കുക. അപ്പോൾ ഈ പിൻ ചെയ്യുന്ന പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസ് നമുക്ക് ഏകദേശം 2 വിരലിൻ്റെ നീട്ടത്തിൽ നമ്മൾ എടുക്കുകയും അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് അധികം നമ്മൾ പോട്ട് മിക്സിലേക്ക് നമ്മൾ കുത്തി ഇറക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് പൊന്തി വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 വേരുകളും നമുക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് കൂടി ആക്കി കൊടുക്കുക. 3 നോഡിൻ്റെ അവിടെ നിന്നും ഓരോ വേരുകൾ ചെറുത് വന്നിട്ടുണ്ടാവും, ചിലത് വലുതായിരിക്കും. അങ്ങനെ ആയിക്കോട്ടെ, അത് വേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലേക്ക് തട്ടിച്ച് അത് ഒരു കുറച്ച് മണ്ണൊക്കെ അവിടെ ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് എത്ര കട്ടിങ്സ് ആണോ ഉള്ളത് അത്രയും ഈ ഒരു മണി പ്ലാന്റിൻ്റെ പോത്തോസിൻ്റെ കട്ടിങ്സ് അവിടെ വെച്ച് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ എല്ലതും നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലതും സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ളതും അതേപോലെ തന്നെ ഈർപ്പം ആവശ്യത്തിന് നിലനിൽക്കുന്നതും പെട്ടെന്ന് വെള്ളം ഒഴിച്ചാൽ ഡ്രെയിൻ ഔട്ടായി പോകുന്നതുമായിട്ടുള്ള ഒരു പോട്ട് മിക്സും. പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് വലിയ പോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഹാങ്ങിങ് പോട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ പോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അടിഭാഗത്ത് കുറച്ചധികം ഹോളുകൾ ഉണ്ടോ, ഡ്രെയിൻ ഔട്ടായിട്ട് വെള്ളം വറ്റി പോകാനായിട്ടുള്ള ഒഴുകി പോകാനായിട്ടുള്ള ഡ്രെയിനേജ് ഹോളുകൾ ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അതിൽ പോട്ട് മിക്സ് നിറച്ചിട്ട് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 8-10 എണ്ണം നമ്മളിവിടെ എടുത്തിട്ട് ഇതേപോലെ എല്ലാതും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 ആ ഒരു സ്ഥലത്തും തണ്ട് പിൻ ചെയ്ത് ഇതേപോലെ അടിപൊളിയായിട്ട് വെക്കുക. ഇതേപോലെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് ഇതിൽ നിറച്ച ഇലകളും അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നിന്ന് നമുക്കൊരു 10 പീസ് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ 2 എണ്ണം വെച്ച് വന്നാൽ തന്നെ 20ഓളം നമുക്ക് പുതിയ ബ്രാഞ്ച് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു പോട്ടിൽ കിട്ടും. ഇത് നമുക്ക് ക്ലൈംബിംഗ് ആയോ അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ടോ വെക്കുന്ന സമയത്ത് വളരെയധികം മനോഹരമായിട്ട് കാണാനായിട്ട്. അപ്പോൾ കുറച്ചധികം നമ്മൾ ഇതേപോലത്തെ കട്ടിങ്സ് എടുത്ത് ചെയ്യുമെങ്കിൽ റിസൾട്ട് വളരെയധികം കൂടുതലായിരിക്കും. ഒരു മൾട്ടി ലെയർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം,
മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ അസ്പിരിൻ ഗുളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 25-30 പൈസ കൊടുത്താൽ ഒരു ഗുളികയ്ക്ക് വില വരുന്നുള്ളൂ. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും, ഈസി ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. ഇത് നമുക്ക് 75 mg ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 ഗുളിക നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് 2 ദിവസം അവിടെ ഇട്ട് വെക്കുക. നന്നായിട്ട് ലയിച്ചതിന് ശേഷം നമുക്ക് ഇത് ചിൽ ബോട്ടിലൊക്കെ നമുക്ക് വെള്ളത്തിലൊക്കെ ഈ ഒരു പ്ലാന്റ് വളർത്തണമെങ്കിൽ അത് നമുക്കതിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ബാക്കി ഫുള്ളായിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് കട്ടിങ്സ് ഇട്ട് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ റൂട്ട് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളരാനും ഇത് സഹായിക്കും. ഇൻഡോറിലൊക്കെ വെക്കുന്ന സമയത്ത് യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ നന്നായിട്ട് നമുക്കൊരു ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 5 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മാത്രം ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റേതായ ഗ്രോത്ത് ഉണ്ടാവുമെങ്കിലും മറ്റ് നമ്മുടെ കമ്പോസ്റ്റുകളും കാലിവളം ഇതേപോലെ ചാണകപ്പൊടികൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പം ഇതേപോലെ ചില്ല് പൊട്ടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സിമ്പിൾ ടിപ്സിൻ്റെ വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ ഹോം പേജിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ചിൽ ബോട്ടിൽ ഈസി ആയിട്ട് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ എങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നത്, അതിൽ കയറ് ചുറ്റിയെടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ മണി പ്ലാന്റുകളൊക്കെ മനോഹരമായിട്ട് നമുക്ക് ഇതിൽ വളർത്താൻ പറ്റും. അപ്പോൾ ഈ എല്ലാ പ്രോ ടിപ്സുകളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. തുടർന്ന് അങ്ങോട്ടുള്ള കുറച്ച് ടിപ്സുകളുണ്ട്, അത് കൂടിയും കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മനോഹരമായിരിക്കും. ഈ ഒരു അസ്പിരിൻ ഗുളിക നമുക്ക് ഇതേപോലെ അതിൻ്റെ ഇലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിലും നല്ലതാണ്. നല്ല തിളക്കമുള്ള ഇലകളും നല്ല പച്ചപ്പുള്ള ഇലകളും കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന സമയത്ത് നന്നായിട്ട് റൂട്ട് വരാൻ വേണ്ടിയിട്ടും ആ റൂട്ടിൻ്റെ അഴുകലൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ ചാർക്കോൾ, വിറക് കത്തിച്ച കരി ആ ബോട്ടിലെ പകുതി ഭാഗം നമ്മൾ ഇത് അവിടെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഓരോ ഫില്ല് ചെയ്ത് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5ഓളം മാസമായി ഇത് വെള്ളം മാറ്റിയിട്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടത് വെള്ളത്തിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. 1 ലിറ്റർ വെള്ളത്തിൽ ഇത്രയും നല്ല എന്താ പറയുക നല്ലൊരു പ്ലാന്റായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് മണി പ്ലാന്റും വളർത്തിയെടുക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ മണി പ്ലാന്റും നിങ്ങൾക്ക് വേറെ പ്ലാന്റ് സിങ്കോണിയൊക്കെ മിക്സ് ചെയ്തിട്ട് നടണമെന്നുണ്ടെങ്കിൽ ഒരു പോട്ടിൽ തന്നെ നമുക്ക് നട്ട് വളർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിൽ തന്നെ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു പ്ലാന്റ് കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള അതുപോലുള്ള പ്രോ ടിപ്സുകൾ ചെയ്തു കൊടുത്താൽ മനോഹരമായിട്ട് നമ്മൾ വളർത്താൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ചാർക്കോൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കരി നമ്മൾ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മറന്നു പോരുതേ. അപ്പോൾ ചില്ലിൻ്റെ പോട്ടിലൊക്കെ നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെള്ളത്തിൽ വളർത്തുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബോട്ടിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളം ഞാൻ 5 മാസമായിട്ട് മാറ്റാതിരുന്നത് പോലെ ഒരു പക്ഷേ ഭാഗ്യം കൊണ്ട് വളർന്നു കിട്ടതായിരിക്കാം. നിങ്ങളൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ വെള്ളം കൂടി മാറ്റി കൊടുക്കാമെങ്കിൽ ആ ഒരു പ്ലാന്റിന് നന്നായിട്ട് വളർന്നു കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകരുത്. എന്തെങ്കിലും ടിപ്സുകളൊക്കെ വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നമ്മൾ പറയുന്നതിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. നല്ല നല്ല കണ്ടൻറ്റുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.